ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഖിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിക്ടൻസ് എന്ന യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ സാമ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ സാമ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സാമ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സാമ്പ് ഡൗൺലോഡ് എന്നുള്ള സെർച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പാച്ചെ friends.org എന്ന് പറയുന്ന ലിങ്ക്. ഈ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക പുതിയൊരു ടാബിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഇതാണ് സാമ്പിൻ്റെ ഡൗൺലോഡ് പേജ് എന്ന് പറയുന്നത്. ഇവിടെ വിൻഡോസിന് തന്നെ പല വേർഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലിനക്സിനുണ്ട്, നമ്മുടെ മാക് OSനും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ OS ഏതാണോ അതിനനുസരിച്ചുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാനിവിടെ വിൻഡോസാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ PHP 8.2.12 എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 64 ബിറ്റാണ് എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡ് 64 ബിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു വെബ് പേജിലോട്ട് വരും. ഇവിടെ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 150 MB ആണ് വരുന്നത്. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ exe ഫയൽ കാണാൻ സാധിക്കും. ഡബിൾ ക്ലിക്ക് വെക്കുക. അപ്പോൾ ഇവിടെ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കും. നിങ്ങൾ എസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വരും, നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ വിസാർഡ് വരും, അതായത് ഇൻസ്റ്റാളേഷൻ പേജ് വരും. നിങ്ങളിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക. ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫോൾഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഫോൾഡർ C ഡ്രൈവും മറ്റേ D ഡ്രൈവ് കൊടുക്കുകയാണ്. അപ്പോൾ അതെൻ്റെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എന്തായാലും D ഡ്രൈവാണ് കൊടുക്കുന്നത്. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ലാംഗ്വേജ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് സാമ്പ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫയൽ മാനേജർ വരിക. ഫയൽ മാനേജർ വന്ന ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഡയറക്ടറി ഏതാണെന്നുള്ളത് നോക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ D ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഡീഫോൾട്ടായിട്ട് C ഡ്രൈവ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് C ഡ്രൈവിലാണെങ്കിൽ നിങ്ങൾ C ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എന്തായാലും D ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഞാൻ ആ ഒരു D ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സാമ്പ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൻ്റെ എല്ലാ ഫോൾഡേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫയൽസും ഫോൾഡേഴ്സും ഉണ്ട്. നമുക്ക് ഇതിൽ വേണ്ടുന്ന ഫയലാണ് ഇവിടെ സാമ്പ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പ് കൺട്രോൾ നിങ്ങൾ ഡബിൾ ക്ലിക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പിൻ്റെ കൺട്രോൾ പാനൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഇതാണ് സാമ്പിൻ്റെ കൺട്രോൾ പാനൽ. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് സാമ്പ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയുള്ള കൺട്രോൾ പാനലാണിത്. ഇവിടെ അപ്പാച്ചെ MySQL ഫയൽസില തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതുപോലെ കോൺഫിഗ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെർവർ റൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പാച്ചെ സെർവറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസ് നമ്മൾ റൺ ചെയ്യുകയാണ്. അതിനായിട്ട് MySQL ഡേറ്റാബേസും റൺ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും റൺ ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, രണ്ടും സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്ക്രീനെല്ലാം മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തു ശേഷം അഡ്രസ് ബാറിൽ നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ഹോസ്റ്റ് എന്ന് ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സാമ്പിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പണായി വന്നേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ അപ്പാച്ചെ സെർവർ നമ്മൾ
സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇതാണ് സാമ്പിൻ്റെ ഹോം പേജ്, വെൽക്കം പേജ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ ഡാറ്റാബേസിൻ്റെ MySQL ഡാഷ്ബോർഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പുതിയൊരു ടാബ് എടുത്തിട്ട് ഞാൻ ലോക്കൽ ഹോസ്റ്റ് /phpMyAdmin എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇതാണ് അഡ്രസ്സ്, ലോക്കൽ ഹോസ്റ്റ് /phpMyAdmin. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡാഷ്ബോർഡ്, MySQL ഡാഷ്ബോർഡും ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പ് സക്സസ്ഫുള്ളി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഒരു ലോക്കൽ സെർവറായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പ്രോജക്റ്റ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സാമ്പ് ക്ലോസ് ചെയ്യാനായിട്ട് തിരിച്ച് നിങ്ങൾ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാച്ചി സെർവറും MySQL സെർവറും സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ ആ ഒരു വെബ് ബ്രൗസറിൽ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജ് കാണിക്കത്തില്ല. ഓക്കെ, കണ്ടോ, സൈറ്റ് ക്യാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അപ്പാച്ചി സെർവറും MySQL സെർവറും നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാമ്പ് സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ പാനൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ സാമ്പിൻ്റെ സി ഡ്രൈവിൽ പോയിട്ട് സാമ്പിൻ്റെ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനൽ എപ്പോഴും എടുക്കേണ്ട ആവശ്യമില്ല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റാർട്ട് മെനുവിൽ വരിക, വിൻഡോസിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമ്പിൻ്റെ ഐക്കൺ ഇവിടെ കിട്ടും. ഞാൻ നേരത്തെ പിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സാമ്പിൻ്റെ കൺട്രോൾ പാനൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സാമ്പ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സാമ്പ്, ഇപ്പോൾ ഇവിടെ സാമ്പിൻ്റെ കൺട്രോൾ പാനൽ വരും. ഇവിടെ നിങ്ങൾക്ക് പിൻ ടു ടാസ്ക് ബാർ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിൻ ടു ടാസ്ക് ബാർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ വിൻഡോസിൻ്റെ ഹോം പേജിൽ തന്നെ ടാസ്ക് ബാറിൽ ഈ പറയുന്ന കൺട്രോൾ പാനൽ ഐക്കൺ വന്നു കിടക്കുന്ന കാണാൻ സാധിക്കും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൺട്രോൾ പാനൽ ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ശേഷം നമ്മളിവിടെ അപ്പാച്ചി സെർവറും MySQL സെർവറും ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ നോർമൽ സിസ്റ്റം ഒരു ലോക്കൽ സെർവറാക്കി മാറ്റുന്നത്, അതും സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.